പലപ്പോഴും പല സംഭവങ്ങളിലും ഞങ്ങളുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ നെല്ലും പതിരും തിരിയുന്നതിന് മുമ്പ് മുൻവിധികളും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അജണ്ടകളുടെയൊക്കെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളും അവാസ്തവമായ വസ്തുതകളുമൊക്കെ നല്ലൊരളവ് വരെ നമ്മളുടെ ജനതയെ നമ്മളുടെ വഴിതെറ്റിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ ഈവൻ വളരെ സംഘർഷ സാധ്യതകൾ ഉളവാക്കുന്നതിനോ പോലും സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വഴിമരുന്നിട്ടിട്ടുണ്ട്, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏത് വിഷയം അല്ലെങ്കിൽ ഏത് സംഭവം എന്നെടുത്ത് പറയുന്നില്ല. വടക്ക് കിഴക്കൻ ഭാരതത്തിലും എന്തിന് നമ്മുടെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പല വാർത്തകളിലും നമ്മളിലേക്ക് എത്തിയത് സ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതും വഖഫ് നിയമം പോലെയുള്ള അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ട് പോലെയുള്ള വളരെ വളരെ ജനോപകാരപ്രദമായ നിയമ നടപടികൾ പോലും അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് വെർഷനുകൾ ആളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും. ഡ്രോയിങ് ദ ലൈൻ ആണ്. നന്ദകുമാർജിയുണ്ട്, സലാം സാറുണ്ട്. ഒരു വര നമുക്ക് വരയ്ക്കേണ്ടിയിരിക്കുന്നു. വെറും അവകാശങ്ങൾ മാത്രമേ നമുക്കുള്ളൂ, അതോ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി ഉണ്ടോ? അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ അവകാശങ്ങൾ ആസ്വദിക്കുന്നതിന് എത്രത്തോളം സ്വാതന്ത്ര്യം നമുക്കുണ്ട്? അതിനൊരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാമോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാം എന്ന് തന്നെയാണ് ഭരണഘടനയും മുൻപുള്ള പല കേസ് നിയമങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അത് എവിടം വരെ ആകാം എന്നുള്ളതിന് വ്യക്തമായ ഒരു രേഖ വരയ്ക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രേഖ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഏതിനെയും ഏത് തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മളുടെ ജനങ്ങളുടെ ബോധമണ്ഡലത്തെ സ്വാധീനിച്ച് നയിച്ചു കൊണ്ടുപോകാൻ നമുക്കുണ്ടായിരിക്കണമെന്ന് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നത് കൊണ്ട് ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ടതും നമ്മളുടെ ജനങ്ങൾ എന്താണ് സത്യം എന്നും എന്താണ് ശരിയായ രീതി എന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിൽ എൻ്റെ മൗലികാവകാശം ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിക്കാനുള്ള, മാന്യമായി ജീവിക്കാനുള്ള മൗലികാവകാശത്തിൽ കടന്നു കയറിക്കൊണ്ടാവരുത് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാകാൻ ഇത്തരത്തിലുള്ള ചർച്ച, സജീവമായ ചർച്ച സഹായിക്കണം. ഈ ചർച്ചയുടെ ഞാൻ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കരുത്ത് എനിക്ക് മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ നൽകുന്ന ഊർജവും സഹകരണവും നിങ്ങൾ ഭാഗഭാക്കാകുകയും സജീവമായി ഇതിൽ ഇടപെടുകയും ചെയ്യുന്നതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയും അതിനുശേഷം നമ്മളോട് ആശയവിനിമയം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ അബ്ദുൽ സലാം സാറുണ്ട്. അദ്ദേഹം മുൻ വൈസ് ചാൻസലറാണ്. കേരളം അറിയുന്ന, ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം, ഒരു പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ തുടർന്ന് പരിചയപ്പെടുത്താൻ അഡ്വക്കേറ്റ് മഞ്ജു ഈ വേദിയിലെത്തും. എന്നിരുന്നാൽ പോലും ഇതിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ശ്രീ ജെ നന്ദകുമാർജി, പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ നന്ദകുമാർജിയെ വായിച്ചും കേട്ടും പഠിച്ചും അറിഞ്ഞിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും എന്താണ്, എവിടെയാണ് സത്യം, അല്ലെങ്കിൽ ഏതാണ് വെളിച്ചം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളുടെ ഈ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അനിയന്ത്രിതമായ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയെത്താൻ നമ്മളെ സഹായിക്കും. ഈ ചർച്ച ഏറ്റവും സജീവമാക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും സജീവമായി ഇതിൽ പങ്കെടുക്കണമെന്നുള്ള എളിയ അഭ്യർത്ഥനയോടുകൂടി നിങ്ങളുടെ ഇതുവരെ നടന്നു വന്ന എല്ലാ സഹകരണങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ശ്രീ നന്ദകുമാർജി, അതുപോലെ ശ്രീ അബ്ദുൽ സലാം സാർ, രണ്ടുപേർക്കും ഞങ്ങളുടെ എനിക്ക് മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം.
ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.